അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വിജയശങ്കറിന് ചായയായിട്ട് ചന്ദ്ര പോവുകയാണ് കേട്ടോ. ഏതായാലും ശരി, ഇത് നമുക്ക് കിട്ടിയൊരു അവസരമാണ്. എങ്ങനെയെങ്കിലും വിജയേട്ടൻ ജയിക്കണം. രുക്കുവിൻ്റെ ഭർത്താവൊക്കെ ആയിരിക്കും, പക്ഷേ അച്ചു ഒരിക്കലും പുറത്തിറങ്ങരുത്. എന്താണെന്നറിയോ, അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അർച്ചന നാളെ എന്തായാലും കോടതിയിലേക്ക് വരില്ല. എന്താണ് എന്ന് വിജയശങ്കർ ചോദിക്കുമ്പോഴാണ് ചന്ദ്ര പറയുക, ഞാനേ മഞ്ജുവിൻ്റെ അടുത്ത് ഒരു മരുന്ന് കൊടുത്തിട്ടുണ്ട്, അവൾക്ക് ആശുപത്രി പോയി അഡ്മിറ്റ് ചെയ്യാനേ നാളെ പറ്റുള്ളൂ, അല്ലാതെ കോടതിക്ക് വരില്ല എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ വിജയശങ്കർ പറയുന്നുണ്ടോ, തൻ്റെ ഭാര്യ തനിക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യുന്നു എന്ന് പറയും. പിന്നീട് വിജയശങ്കർ പറയും, ആ മഞ്ജുവിനെ വിശ്വസിക്കാൻ കൊള്ളുമോ? മഞ്ജു നമ്മുടെ കൂടെ നിൽക്കുന്നത് എന്തെങ്കിലും ഉദ്ദേശം കൊണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ അത് ശരിയാണ്, മഞ്ജു എന്തെങ്കിലും ഉദ്ദേശം കൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ മഞ്ജുവിനിട്ടിട്ട് ഞാനൊരു പണി കൊടുക്കുന്നുണ്ട്. എന്തായാലും ശരി, വിജയേട്ടൻ ഒരിക്കലും നാണം കെടരുത്. എന്തായാലും അവനെ അവിടെ നിന്ന് ഇറക്കാൻ പറ്റില്ല. അർച്ചനയുടെ മുമ്പിൽ ജയിച്ച് തന്നെ വിജയേട്ടൻ വരണം എന്നിങ്ങനെ ചന്ദ്ര പറയുകയാണ് കേട്ടോ. അതേസമയം ശില്പ കോടതിയിലേക്ക് വരികയാണ്. അവിടെ ദീപ്തിയാണ് കാണുന്നത് കേട്ടോ. ദീപ്തി പറയും, ദീപ്തിയെ കണ്ടതെന്ന് തന്നെ ശില്പ ആകെ പേടിക്കുകയാണ് കേട്ടോ. ദീപ്തി പറയും, നിന്നെ ഒരുപാട് പറയും വിജയശങ്കർ, പല കാര്യങ്ങളും ചോദിക്കും. അതേപോലെ തന്നെ അർച്ചന മാഡം നിന്നോട് ചോദിക്കും, നീ നിൻ്റെ കാര്യങ്ങൾ സത്യങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ, അതിൽ കൂടുതൽ നീ ഒന്നും പറയരുത് എന്നിങ്ങനെ പറയണം കേട്ടോ. പലതും ചോദിക്കും. വിജയശങ്കർ നിന്നെ ചോദിച്ച് തെറ്റിദ്ധരിപ്പിക്കും, പക്ഷേ അതിന് നിൽക്കരുത്. നീ നിൻ്റെ കാര്യങ്ങൾ മാത്രം തന്നെ പറയണം എന്ന് പറയണം കേട്ടോ. അതേസമയം വിജയശങ്കർ എന്തായാലും അർച്ചന വരില്ലല്ലോ, ആ ധൈര്യത്തിൽ തന്നെ കേസ് കോടതിയിലേക്ക് വരികയാണ്. പക്ഷേ നമ്മുടെ അർച്ചനയ്ക്ക് ഒരു കേടുപാടും സംഭവിക്കാതെ കോടതിയിലെത്തുകയും അച്ചുവിനെ റിലീസാക്കി കൊണ്ടുപോവുകയും ചെയ്യുകയാണ് കേട്ടോ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.